കൂത്താട്ടുകുളം കൗൺസിലർ കലാരാജു ഇന്ന് രഹസ്യമൊഴി നൽകില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മജിസ്ട്രേറ്റിനെ അറിയിച്ചു. എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കലാരാജു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇന്ന് മൊഴി രേഖപ്പെടുത്തില്ല എന്നാണല്ലോ പറയുന്നത്, എന്താണ് കാരണം? അമൃത, ഈ കേസിൽ ഏറ്റവും നിർണായകമായത് കലാരാജുവിൻ്റെ മൊഴി തന്നെയാണ്. കാരണം വളരെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് CPM-നെതിരെ കലാരാജു ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴി, അതിൽ വിശ്വാസമില്ല, പോലീസിൻ്റെ നടപടിക്രമങ്ങളിൽ പൂർണ്ണ സംതൃപ്തിയില്ല എന്ന് നേരത്തെ തന്നെ കലാരാജു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് രഹസ്യമൊഴി നൽകാനുള്ള നീക്കം നടത്തിയത്. ഇന്ന് 2:30 കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും കലാരാജു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാകാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇക്കാര്യം മജിസ്ട്രേറ്റിനെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും അറിയുന്നുണ്ട്. എന്തായാലും പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി അല്ലെങ്കിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് മറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം നടത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കേസിൽ 4 പേരെയാണ് കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 പേരെയും ഇപ്പോൾ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനാവുന്ന വിവരം. എന്തായാലും ഈ മുഖ്യധാരയിലുള്ള CPM നേതാക്കൾ പ്രതിക്കൂട്ടിലായതോടുകൂടി ഒരു കരുതലോടുകൂടിയുള്ള നീക്കം തന്നെയാണ് CPM നേതൃത്വം നടത്തുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിനെതിരെയും അല്ലെങ്കിൽ UDF-നെതിരെയും ഇത്തരത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. UDF അംഗങ്ങൾ പ്രതികളായിട്ടുള്ള രീതിയിൽ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് CPM ചെല്ലക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, പാർട്ടി പ്രവർത്തകരായ ടോണി, റിൻസ്, സജിത്ത് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവരിപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പക്ഷേ ഈ കലാരാജുവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ്, നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, കൗൺസിലർ സുമ വിശംബരൻ, CPM ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് എന്നിവരടക്കം കണ്ടാലറിയാവുന്ന 45 പേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. ഈ മുഖ്യധാരയിലുള്ള പ്രതിസ്ഥാനത്തുള്ള ആളുകൾ എല്ലാം ഇവിടെ ഉണ്ടായിട്ട് പോലും ഈ താഴെത്തട്ടിലുള്ള ആളുകളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതും വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അറസ്റ്റ് ഇന്ന് ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് UDF അംഗങ്ങളെ കേന്ദ്രീകരിച്ചാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് 5 കേസുകളാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ കലാരാജുവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട കേസ്, ഒപ്പം തന്നെ ഈ CPM പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ട് UDF അംഗങ്ങൾ നൽകിയിരിക്കുന്ന ഒരു പരാതിയുണ്ട്. UDF അംഗങ്ങൾക്ക് മർദ്ദനമേറ്റു എന്നുള്ള കേസ്, ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിന് അനുജ MLA ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റ് പൊതുനിരത്തിൽ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ഒരു കേസുണ്ട്. നഗരസഭാ അധ്യക്ഷയെ മർദ്ദിച്ചതിൻ്റെ പേരിലും ഒരു കേസുണ്ട്. ഇത്തരത്തിൽ 5 കേസുകളാണ് നിലവിൽ കൂത്താട്ടുകുളം പോലീസ് എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അമൃത. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.